സാഗൂതം നിരീക്ഷിക്കുന്ന ഒരു പ്രതലമായി ഇന്ന് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ, മാറുന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളൊരാൾ നിങ്ങളുടെ മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിൻബലത്തോടെ ചില ആൾക്കാർ, ഇപ്പൊ ഈ സൈബർ മുണ്ടകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അത് മാഫിയേക്കാളും വലിയ മാഫിയാണ്. ഒരാളെ വകവരുത്തണമെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ എടുക്കും. അങ്ങനെ ചിലർ കൊട്ടേഷൻ എടുത്തിരുന്നു. സഖാവ് ശിവൻകുട്ടി ഒന്ന് മോശക്കാരനാക്കാൻ പറ്റും. പക്ഷെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടോടെ ആ ഒരു ഗൂഢശ്രമത്തെ പരാജയപ്പെടുത്തി. ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധ്യനായ ഒരു നേതാവായി അദ്ദേഹം മാറിയതിന് കാരണം അവരുടെ വികാര വിക്ഷോഭങ്ങളെ അദ്ദേഹം ഏറ്റുവാങ്ങിയതുകൊണ്ടാണ്. ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പല പരിപാടികൾക്കും പോകാറുണ്ട്. അവരൊക്കെ മന്ത്രിയെക്കുറിച്ച് പറയുമ്പോൾ കേവലം ബഹുമാനം മാത്രം വെച്ചല്ല പറയാം. സ്നേഹം, ഇഷ്ടം. അവരിലൊരാള് സ്വന്തം മാതാപിതാക്കള് കൈവിട്ടാലും തങ്ങളുടെ മന്ത്രി കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം മുമ്പോട്ട് പോകുന്നത്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അതുപോലെ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു മന്ത്രിയുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രമാണികൾ ഇങ്ങോട്ട് വരുന്നത്? കേരളം അടിമുടി മാറി. പാശ്ചാത്യ ലോകത്തെ ഒരു സ്കൂളിൽ പോയാൽ കാണുന്ന അതേ കാഴ്ചയാണ് കേരളത്തിലെ ഒരു സ്കൂളിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്മാർട്ട് സ്കൂളുകൾ നമുക്കുണ്ടാക്കണം. മണ്ണാങ്കട്ട, ഇവിടേക്ക് എത്ര കാലമായി ഇവിടെ സ്മാർട്ട് സ്കൂളുകൾ വന്നിരിക്കുന്നത്. ഇന്റർനെറ്റുള്ള സ്കൂളുകൾ ഇന്ത്യയിൽ വേണം. എത്ര കാലമായി ഇവിടെ ഇന്റർനെറ്റ് സ്കൂളുകൾ ഉള്ളത്? കോവിഡ് സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വിധി നിഷേധിക്കപ്പെട്ടു. അവരെയൊക്കെ ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് വിളക്കി ചേർത്ത് ഈ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിലുള്ള പുതിയ അറിവോ പുതിയ സങ്കേതങ്ങളോ ഉണ്ടെങ്കിൽ അവയെ സാംശീകരിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കി. ഇവിടെയുള്ള ആൾക്കാരിൽ ചില ആൾക്കാരെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാരില്ലേ? എത്ര പേരുണ്ട് ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർ? 1, 2, 3, 4. ഇവിടെ പരദേശികൾ. സുനിലും പോയിട്ടുണ്ട്. എന്താണ് സുനിൽ? ഇന്ന് രാവിലെ അത് തൊപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് തൊപ്പി കാണുന്നുണ്ടല്ല. ഇവിടെ ഇരിക്കുന്നവരാരും പോയിട്ടില്ലേ? ഈ മുമ്പ് ഇരിക്കുന്നവര്? ഇവിടെ ആരും എന്നോട് പറഞ്ഞല്ല പട്ടാളക്കാരനാ പഴയ ആളെന്ന് പറഞ്ഞു. ആരാത്? പഴയ പട്ടാളക്കാരൻ ഇവിടെ ഉണ്ടെന്ന് ആരോ പറഞ്ഞില്ല. പഴയ പട്ടാളക്കാരന്റെ ഇവിടെ പോയാ? സഹോദരി എവിടെയായിരുന്നു? ഏത് സംസ്ഥാനത്തായിരുന്നു? കേട്ടില്ല. കർണാടകയിൽ ജോലി ചെയ്യായിരുന്നോ? വിനോദസഞ്ചാരത്തിന് പോയതാ? പ്രോജക്റ്റിന് പോയതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത ആൾക്കാർ എവിടെയുണ്ടോ? എവിടെയുള്ള ജോലി ചെയ്ത്? ഉറക്കപ്പറ എഴുന്നേറ്റ് നിന്നിട്ട്. ബാംഗ്ലൂര് എന്ത് ജോലിയായിരുന്നു? കൺസൾട്ടന്റ് ആയിട്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ ഇവിടെ സന്ദർശനം നടത്തിയവരുണ്ട്, അവിടെ താമസിച്ചവരുണ്ട്. അവിടെ എവിടെയെങ്കിലും ഈ കേരളത്തിലെ സ്കൂളുകളുടെ അത്രയും സൗകര്യമുള്ള സ്കൂളുകൾ കാണാൻ പറ്റിയാ? എന്താ ഇരിക്കണം? ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്. പുറത്തു പോയിരുന്നല്ലേ പറഞ്ഞേ? കേട്ടില്ല. വിസിറ്റിന് പോയതാ. എന്നാലും ഞാൻ അവിടെ സ്കൂളിലേക്ക് അടുത്ത പ്രാവശ്യം ഒരു വിസിറ്റിന് പോകുമ്പോൾ അവിടേക്കുള്ള സ്കൂളിലൊന്ന് പോണം കേട്ടാ. ഡൽഹിയിലെ മഹാനഗരത്തിൽ പോലും, മുംബൈയിൽ പോലും
കേരളത്തിന്റെ ഒരു കുഗ്രാമത്തിലുള്ള സ്കൂളിന്റെ സൗകര്യങ്ങളില്ല. ആ രൂപത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുഖ്യമന്ത്രിയുടെ സഹായത്തോടുകൂടി നിങ്ങളുടെ പ്രിയങ്കരനായ ജനപ്രതിനിധി സ്ഫുടം ചെയ്തെടുത്തത്.